Good morning, aspirants. Welcome to Isham Academy. Hope your studies are going good. പിന്നെ ഇന്ന് നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആണ്. ഹാപ്പി ഡോക്ടേഴ്സ് ഡേ ടു ഓൾ ദ ഡോക്ടേഴ്സ് ആൻഡ് ദ മെഡിക്കോസ്. മാത്രമല്ല ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ജീവൻ തിരിച്ച ഡോക്ടേഴ്സിനും മറ്റു പ്രവർത്തകരെയും നമ്മളിന്ന് ഓർക്കാം. ആൻഡ് ഇന്നത്തെ ടോപ്പിക് ഗവൺമെൻറ് സ്കീംസിൻ്റെ ബാക്കി പോർഷൻസ് ഫുള്ളായിട്ട് എടുക്കാൻ പോവാണ്. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് ഹൗസിംഗ് ഫോർ ഓളിൽ പ്രധാൻ മന്ത്രി ആവാസ് യോജന. അതാണ് ഫസ്റ്റ് ടോപ്പിക്. ഇത് 2015 BJP റൂളിംഗ് ടൈമിലാണ് വന്നത്. 2014 launched on 9th June 2014, targeted on slum areas of urban areas. ഈ ചേരി പ്രദേശങ്ങളിലാണ് ടാർഗറ്റ് ചെയ്യുന്നത്. By the time of nation completes 75 years of independence, which is 2022, every family will have apt house with proper water connection, 24/7 electricity supply, toilet. ഇൻഡിപെൻഡൻസ് 75 വർഷം കംപ്ലീറ്റ് ആകുന്നത് 2022 ആ സമയമാകുമ്പോഴേക്കും എല്ലാവർക്കും പ്രോപ്പറായിട്ടുള്ള ഹൗസ് വിത്ത് കണക്ഷൻ, വാട്ടർ കണക്ഷൻ, ഇലക്ട്രിസിറ്റി ആൻഡ് ടോയ്ലറ്റ് എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ഹൗസാണ് 2022 ആകുമ്പോഴേക്കും എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കീമാണിത്. ദ ടാർഗറ്റ് ഇയർ ഈസ് 2022. ഇതിൻ്റെ പഴയ പേര്, കോൺഗ്രസ് ഉണ്ടായിരുന്ന സമയത്തുള്ള പേര് ഇന്ദിരാഗാന്ധി ആവാസ് യോജന. അത് ലോഞ്ച് ചെയ്തത് 1985. ഇതിന് ബെനിഫിഷ്യറീസ് എസ്പെഷ്യലി ഫോർ വിമൻ, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ്, SC/ST സെക്ഷൻസ്. സബ്സിഡി എമൗണ്ട് ഇൻ റേഞ്ച് ഫ്രം 1 lakh to 2.13 lakh. നെക്സ്റ്റ് മുദ്ര ബാങ്ക്. അതിൻ്റെ ഫുൾ ഫോം മൈക്രോ യൂണിറ്റ്സ് Development and Refinance Agency Limited. It launched on 8th April 2015. This bank will nurture small business through different stages to growth and development. The interest rate will be less. അതായത് ലോൺ എമൗണ്ട് കൊടുക്കുന്നത് നമ്മൾ സാധാരണ ബാങ്കിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും അതിൻ്റെ ഇൻട്രസ്റ്റ്, പലിശ റേറ്റ് കുറവായിരിക്കും ഈ മുദ്ര ബാങ്കിൽ നിന്ന് എടുക്കുന്ന സമയത്ത്. ലൈക്ക് ഈ ചിട്ടി പോലെയുള്ള സംഭവമാണ്. ഫസ്റ്റ് വൺ ഈസ് ശിശു, starting business stage, loan up to 50,000. Second one, Kishore, loan range 50,000 to 5 lakh. Next is Tarun, loan range up to 10 lakhs. Next, Padhe Bharat. It was launched in 2014. It is a nationwide sub-program of Sarva Shiksha Abhiyan. സർവ ശിക്ഷാ അഭിയാൻ നമുക്കറിയാം, ഒരു പെൻസിൽ 2 കുട്ടിലിരിക്കുന്ന ആ പിക്ചറാണ് സർവ ശിക്ഷാ അഭിയാൻ. അതിൻ്റെ സബ് പ്രോഗ്രാമാണ് പഠേ ഭാരത്. The program has been launched to address the concerns of children who fail to read in early education, lag behind in other subjects, school dropouts. അതായത് പഠനം പകുതി വഴിയിൽ വിട്ടിട്ട് പോയവർക്കും ഏർലി എഡ്യൂക്കേഷൻ, നേരത്തെ ചെറുപ്പത്തിൽ എഡ്യൂക്കേഷൻ കിട്ടാതെ പോയവർക്കും അല്ലെങ്കിൽ തോറ്റവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് പഠേ ഭാരത്. പെർട്ടിക്കുലർലി ടു ഇംപ്രൂവ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, ടു ക്രിയേറ്റ് ഇൻട്രസ്റ്റ് ഇൻ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. എല്ലാവർക്കും എഴുതാനും വായിക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല, അവർക്ക് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം ഫോക്കസ് ചെയ്യുന്നത്. ബൈ ക്രിയേറ്റിംഗ് നേച്ചുറൽ ആൻഡ് പോസിറ്റീവ് ഇൻട്രസ്റ്റ് ഇൻ മാത്സ് റിലേറ്റഡ് ടു ഫിസിക്സ് ആൻഡ് സോഷ്യൽ വേൾഡ്. മാത്സും ഫിസിക്സും കണക്റ്റഡ് ആണെന്ന് നമുക്കറിയാം. എല്ലാവർക്കും മാത്സ് ഇഷ്ടപ്പെടണമെന്നും ഇല്ല. സോ അവർക്ക് വേണ്ടി നാച്ചുറലി പോസിറ്റീവ്ലി നമുക്ക് ഇൻട്രസ്റ്റ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ സ്കീമാണ് ഈ പഠേ ഭാരത്. നെക്സ്റ്റ്, രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാൻ. ഇറ്റ് launched on 9th July 2015. Dr. APJ Abdul Kalam had launched the Rashtriya Avishkar Abhiyan in 2015. Developed by Ministry of Human Resource Department and aims to inculcate a spirit of inquiry, creativity and love for science and maths, particularly children. So it ഏകദേശം പഠേ ഭാരത് പോലെയാണ്. സയൻസിലും മാത്സിലും നമുക്ക് ഒരു പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് എയിം ചെയ്യുന്നതാണ് ഈ സ്കീം. നെക്സ്റ്റ്, ഗരീബ് കല്യാൺ യോജന. ഇറ്റ് launched on April 2015. It's a poverty alleviation scheme. നെക്സ്റ്റ്, മിഷൻ ഇന്ദ്രധനുഷ്. ഇത് ബാങ്ക് ആൻഡ് മെഡിക്കലി ഫോക്കസ് ചെയ്യുന്ന ഒരു സ്കീമാണ്. ഇന്ത്യസ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം launched in 1985. One of the largest health programമാണിത്. Particularly launched on 25th December 2015 by Union Health Minister J.P. Nada. The main aim is to provide vaccination against 7 life-threatening diseases. അത് ഏതൊക്കെയാണെന്ന് നോക്കാം.
First one, diphtheria, whooping cough, tetanus, polio, TB, measles, hepatitis B. The target year is 2020. The aim is to ensure high coverage of children and pregnant women with all available vaccines throughout the country. Children and pregnant women mainly focusing on the next Jan Suraksha Yojana was launched on 2015 during the budget speech. It focusing on social securities and pension. The മൂന്നെണ്ണം ഉണ്ട് പ്രധാൻ മന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന, പ്രധാൻ മന്ത്രി സുരക്ഷ ബീമ യോജന, നെക്സ്റ്റ് അടൽ പെൻഷൻ യോജന which is launched on May 9th 2015. PMJJBYയും PMSBYയും launched on Kolkata on 9th May 2015. It targeting especially for poor and the underprivileged people. ഇത് രണ്ടിനെയും വ്യത്യാസം നോക്കാം. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയും പ്രധാനമന്ത്രി സുരക്ഷ ബീമ യോജനയും. അതിൻ്റെ ഏജ് ആൻഡ് എമോ വിത്ഡ്രോൺ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏജ് ഫസ്റ്റ് വൺ 18 to 50 years ആണ് PMJJBY. PMSBYയിൽ 18 to 70 years. Amount withdrawn is 2 lakh rupees. Annual premium is 330 rupees for Jeevan Jyoti Bima Yojana and 12 rupees for Suraksha Bima Yojana. Death benefit, if accident ആണ് സംഭവിച്ചെന്നുണ്ടെങ്കിൽ 2 lakhs for both ജീവൻ ജ്യോതി ബീമ യോജന ആൻഡ് സുരക്ഷ ബീമ യോജന. ആക്സിഡൻറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ജീവൻ ജ്യോതി ബീമ യോജനയിലും 2 lakhs കിട്ടുന്നതായിരിക്കും. ബട്ട് ദർ ഈസ് നത്തിങ് ഫോർ സുരക്ഷ ബീമ യോജന. Next one is Atal Pension Yojana, pension scheme for citizen of India focused on unorganized sector. ഈ ചെറുകിട വ്യവസായം ചെയ്യുന്നവർക്ക് പ്രോപ്പർ ഓർഗനൈസേഷൻ സെക്ടറിൽ താഴെ ജോലി ചെയ്യാത്തവരെയാണ് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത്. ലൈക്ക് ഈ കെട്ടിടപ്പണിക്ക് പോകുന്നവരും തുന്നൽ ചെയ്യുന്നവരൊക്കെയാണ് ഈ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത്. മെൻഷൻഡ് ഇൻ ദ 2015 budget speech by the then finance minister Arun Jaitley. Next is gold monetization scheme. Actually 3 gold schemes ഉണ്ട്. First one is gold monetization scheme, sovereign gold scheme, Indian gold coin scheme. Launched on 2015 budget program, there are 3 new gold schemes, the combined purpose of which is to reduce India's gold import and bring all the gold lying and bring idle with the individuals and households in India into the economy. The scheme will allow you to earn some regular interest on our gold and save you carrying cost as well. First one is gold monetization scheme. It's a gold savings account which will be earn interest for the gold that you deposit in the bank. ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ഗോൾഡിന് ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്നതാണ് ഗോൾഡ് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം. സോവറിൻ ഗോൾഡ് സ്കീം അല്ലെങ്കിൽ ബോണ്ട് SGB. SGB ആർ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഡിനോമിനേറ്റഡ് ഇൻ ഗ്രാൻഡ്സ് ഓഫ് ഗോൾഡ്. നമ്മൾ ഗോൾഡിൻ്റെ പേരിൽ നമുക്ക് ഗവൺമെൻറ് സെക്യൂരിറ്റി നൽകുന്നതിനെയാണ് സോവറിൻ ഗോൾഡ് സ്കീം അല്ലെങ്കിൽ ബോണ്ട് എന്ന് പറയുന്നത്. Substitute for physical gold. Particular bond is issued by the Reserve Bank on behalf of Government of India. Indian gold coin. The coin will be the first ever national gold coin which will have the national emblem Ashok Chakra and the other side is Mahatma Gandhi. So one side Ashok Chakra and the other side it has Mahatma Gandhi symbol. Initially 5 gram and 10 gram ആണ് ഉണ്ടായിരുന്നത്. ലേറ്റർ 20 gram ബാറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സിക്കിം is the first organized state for this. ഇനി ക്ലെൻലിനെസ് റാങ്കിങ് നോക്കാം. ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ സ്വച്ഛ് സർവേക്ഷൺ. 73 ക്ലെൻലിനെസ് സിറ്റീസ് ഉണ്ട് റാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 2015-16 റിപ്പോർട്ട് പ്രകാരം. അതിൽ ഫസ്റ്റ് 5 and 73rd ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് ഈസ് മൈസൂർ. These are based on the 2015-16 report. So first one is Mysore, second is Chandigarh, third is Trichy, fourth is New Delhi, fifth is Visakhapatnam, and the last rank goes to Dhanbad. Next is Pradhan Mantri Ujjwala Yojana. It launched on May 2016, providing free LPG connections for BPL women households. Free gas connection, അതായത് liquid petroleum gas
ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് LPG കണക്ഷൻ ഫ്രീ ആയിട്ട് BPL വുമൻ ഹൗസ് ഹോൾഡ്സിന് കൊടുക്കുന്നതാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. ഫസ്റ്റ് ഓൺ UP യുപിയിലുള്ള ബാലിയയിലാണ് കൊടുത്തത്. നെക്സ്റ്റ് ഈസ് NAPS, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീം. ഇറ്റ് ലോഞ്ച്ഡ് ഓൺ December 2016 by Pradhan Mantri, training through skill development to youth and providing job. ഏകദേശം 15 lakh യങ്സ്റ്റേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഇറ്റ് ലിങ്ക് ടു സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. നമ്മൾ ലാസ്റ്റ് ഗവൺമെൻറ് സ്കീംസിൽ നമ്മൾ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീം SDP പ്രോഗ്രാമായിട്ട് അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമായിട്ട് ലിങ്ക് ചെയ്തതാണ്. നെക്സ്റ്റ് സ്വച്ഛ് ഭാരത് സർവേക്ഷൻ 2017 റിപ്പോർട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 500 cities across the country നമ്മൾ 500 cities റാങ്ക് ചെയ്യുകയും on the basis of cleanliness with a population of 1 lakh and above. It conducted by Quality Council of India. Next, നമാമി ഗംഗ. സോ ഇത് എന്തിനാണ്? ഗംഗ ടു ക്ലീൻ ഗംഗ റിവറിനെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ റേസ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് നമാമി ഗംഗ. കോൺട്രിബ്യൂട്ട് ടു ക്ലീൻ ഗംഗ ഫണ്ട് ₹37 crores അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് ആസ് എ ഫണ്ട്. 100 crores ഫണ്ട്സ് അലോക്കേറ്റഡ് ടു ദീസ് ഏരിയാസ്. ഏതൊക്കെയാണ്? കേദർനാഥ്, ഹരിദ്വാർ, കാൺപൂർ, വാരണാസി, അലഹബാദ്, പാറ്റ്ന, ഡൽഹി. കാരണം ഈ റിവേഴ്സൊക്കെ ഫോളോ ചെയ്തത് ഈ ഭാഗത്ത് കൂടെയാണ് ഈ ഗംഗ റിവർ ഫോളോ ചെയ്യുന്നത്. സോ വൺസ് അഗൈൻ കേദർനാഥ്, ഹരിദ്വാർ, കാൺപൂർ, വാരണാസി, അലഹബാദ്, പാറ്റ്ന, ഡൽഹി. Particularly take over by Ministry of Water Resources. അതാരാണ്? ഉമാ ഭാരതി. Smart cities launched in 2015. 12 cities from Tamil Nadu. Cities accommodate 31% of population in India according to 2011 census. GDP contributes എത്രയാണ്? 63% ആണ്. GDP contributes to 75% from 63%. 2030 ആകുമ്പോഴേക്കും 63 നിന്നും 75% ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഓൾസോ ഇറ്റ് വിൽ റീച്ച് ടു 40% ഫ്രം 31%. ഏത് ഒരു കൂടെ പറയാം. സിറ്റി അക്കോമഡേറ്റ്സ് 31% ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞല്ലോ. 2011 സെൻസസ് പ്രകാരമാണ്. 2030 ആകുമ്പോഴേക്കും 31%-ൽ നിന്നും 40% ഓഫ് പോപ്പുലേഷൻ ആവണമെന്നാണ് ഇറ്റ് വിൽ റീച്ച് എന്ന് പറയുന്നുണ്ട്. ഓൾസോ GDP കോൺട്രിബ്യൂട്ട്സ് ടു 75% ഫ്രം 63%. It comes under the Ministry of Urban Development. At that time, it's Venkaiah Naidu. Mission will cover 100 cities and its duration will be 5 years. The target year is 2020. Financial support എത്രയായിരിക്കും? 48,000 crores. Core infrastructure elements ഏതൊക്കെയാണെന്ന് നോക്കാം. Adequate water supply, assured electricity supply, sanitization including solid waste management, efficient urban public transport, IT connectivity and digitalization, good governance, especially e-governance and citizen participation, sustainable environment, proper health and education. Also, safety and security for children and women. The schemes which are helping to smart cities are Amrit, Swachh Bharat Mission, National Heritage City Development and Augmentation Yojana, GIS Hriday, ഇത് നമ്മൾ നോക്കിയതാണ് മൂന്നും, and Digital India. So according to the above details and features, first 20 smart cities ഏതൊക്കെയാണെന്ന് നോക്കാം. സ്മാർട്ട് സിറ്റീസിൽ വരുന്നത് ഫസ്റ്റ് 20 cities ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഭുവനേശ്വർ, പൂനെ, ജയ്പൂർ, സൂറത്ത്, കൊച്ചിൻ, അഹമ്മദാബാദ്, ജബൽപൂർ, വിശാഖപട്ടണം, ഷോലാപൂർ, ദേവഗിരി, ഇൻഡോർ, ന്യൂഡൽഹി, കോയമ്പത്തൂർ, കാക്കിനാഡ, ബേലാഗാവി, ഉദയ്പൂർ, ഗുവാഹത്തി, ചെന്നൈ, ലുധിയാന, ഭോപ്പാൽ. സോ സ്കീംസ് ഹെൽപ്പിംഗ് സ്മാർട്ട് സിറ്റീസ് ഹൃദയ് ഇൻക്ലൂഡ് ആവുന്നുണ്ടെന്ന് പഠിച്ചു. ഹൃദയ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൃദയ് ഫുൾ ഫോം ഈസ് നാഷണൽ ഹെറിറ്റേജ് സിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് ഓഗ്മെൻറ്റേഷൻ യോജനയിൽ പെടുന്നതാണ് ഹൃദയ്. Union government allocated ₹14 crore for first 5 cities, which are Varanasi, Amritsar, Puri, Dwaraka, Warangal. It was announced by Union Urban Development Minister Venkaiah Naidu.
Under this scheme, there are 12 cities: Amritsar, Varanasi, Gaya, Puri, Ajmal, Mathura, Dwaraka, Badami, Kanchipuram, Velankanni, Warangal, Amaravati, which is in Andhra Pradesh. Next, Swasti Raksha program was launched by Ayush മിനിസ്ട്രിയിലാണ് വരുന്നത്, ആയുർവേദ മിനിസ്ട്രിയിലാണ് വരുന്നത്. ആയുഷിന് ഫുൾ ഫോം എന്താണ്? ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി. ആയുർവേദ വിച്ച് ഇസ് റിലേറ്റഡ് കേരള റിലേറ്റഡ് ആണ്, യുനാനി അറബ് റിലേറ്റഡ്, സിദ്ധ തമിഴ്നാട് റിലേറ്റഡ്. So Ayurveda, Yoga, Unani, Siddha, Homeopathy and Naturopathy. It is to promote health and health education, particularly in villages. Next is Pravasi Kaushal Vikas Yojana, PKUY. It is a skill development program targeted at Indian youths seeking overseas employment to make India the skilled capital of the world. So India skill capital of world ആക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് പ്രവാസി കൗശൽ വികാസ് യോജന. It is linked to skill development program. Launched on 9th Jan 2017. Meeting 14th പ്രവാസി ഭാരതീയ ദിവസ് എവിടെയായിരുന്നു? അറ്റ് ബാംഗ്ലൂർ. ചീഫ് ഗസ്റ്റസ് പ്രൈം മിനിസ്റ്റർ ഓഫ് പോർച്ചുഗൽ ആയിരുന്നു, ആന്റോണിയോ കോസ്റ്റോ. അത് കഴിഞ്ഞിട്ടും പ്രവാസി ഭാരത് ദിവസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 2017 റിപ്പോർട്ട് പ്രകാരമാണ്. ചീഫ് ഗസ്റ്റ് ഓഫ് റിപ്പബ്ലിക് ഡേ അറ്റ് ദാറ്റ് ടൈം ഈസ് അബുദാബി ക്രൗൺ പ്രിൻസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യദ് അൽ നഹ്യാൻ. ഇത് ജസ്റ്റ് ആഡപ്പ് ചെയ്തതാണ് ഈ ചീഫ് ഗസ്റ്റ് ഓഫ് റിപ്പബ്ലിക് ഡേ എന്നുള്ളത്. അത് ഇതിനുമായിട്ട് കണക്ഷൻ ഇല്ല, ജസ്റ്റ് ഐ ആഡഡ് അപ്പ്. PKVY implemented by National Skill Development Corporation. Aim is to boost the confidence of the Indian youth so that they don't feel like strangers when they land in a country of their choice of location. Next, Annapurna Rasoi scheme. Rasoi means what? Kitchen. So it is launched in Rajasthan by CM Vasundhara Raje to provide quality meal and cheap rate to poor and needy on lines with Tamil Nadu government's Amma Canteen. So നമുക്ക് തമിഴ്നാട്ടിൽ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും, അവിടെ അമ്മ ക്യാൻറ്റീൻ ഉണ്ടാവും. ജയലളിത അവർ ഇനിഷ്യേറ്റ് ചെയ്ത ഒരു സ്കീമാണ്. To provide quality meal at cheap rate. കുറഞ്ഞ നിരക്കിൽ ക്വാളിറ്റി മീൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അമ്മ ക്യാൻറ്റീനിലാണ് അത് ഇനിഷ്യേറ്റ് ചെയ്തത്. അതിനെ ലൈനപ്പ് ചെയ്തിട്ടാണ് അന്നപൂർണ രസോയി സ്കീം ഉണ്ടായിട്ടുള്ളത്. ദ ടാഗ് ലൈൻ ഈസ് ഫുഡ് ഫോർ ഓൾ, റെസ്പെക്ട് ഫോർ ഓൾ, സബ്കെ ലിയെ ഭോജൻ സബ്കെ ലിയെ സമാൻ. നെക്സ്റ്റ് ഈസ് വൺ ജീവൻ. ഇറ്റ് ഈസ് ഫോർ ട്രൈബൽ പീപ്പിൾ, പർട്ടിക്കുലർലി ഇൻ ഭുവനേശ്വർ, ഒഡീഷ, on 2016. Going to implemented on ഫസ്റ്റ് ഒഡീഷയിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ആസാം, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഒഡീഷ, തെലങ്കാനയിലും ഫസ്റ്റ് ഫേസ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഫേസ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻ അരുണാചൽ പ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, മേഘാലയ, ത്രിപുര. സോ 2 ഫേസ് ആയിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റാണ് നമ്മൾ മെയിനായിട്ട് ഏത് സ്ഥലത്താണ് കൊണ്ടുവന്നത് അതാണ് മെയിനായിട്ട് നോക്കുന്നത്. ഒഡീഷ on 2016. Pehchan. It's an ID cards for artisans by Union Textile Minister Smriti Irani. Next is Ujjala, Unnat Jyoti by Affordable LED for all. So it is to promote efficient lighting, reducing energy consumption and energy savings. എല്ലാവർക്കും LED എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ. So it launched on Jan 2015. Initially launched as National LED Program. In 2016 March it is renamed as Ujjala. ഇതിന്റെ ബെനിഫിറ്റ്സ്: സേവിങ് എനർജി, റിഡക്ഷൻ ഓഫ് കൺസ്യൂമർ ബിൽസ് ആൻഡ് ലോഡ്സ്, റിഡക്ഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ്. So providing LED for all because it is affordable and energy saving too. Next is Janani Suraksha Yojana, particularly launched on 2005. It's a part of NRHM, National Rural Health Mission. Totally 100% centrally sponsored scheme another. Same for during pregnancy too. So this scheme endrana, the aim is to improve maternal and neonatal health for promotion of institutional delivery. The other scheme added is ASHA. ASHA full form Accredited Social Health Activities. It comes under Janani Suraksha Yojana.
ജനന സുരക്ഷാ യോജനയിൽ ഉൾപ്പെടുന്ന ഒരു സ്കീമാണ് ആശ. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇംപ്രൂവ് മെറ്റേണൽ ആൻഡ് നിയോനെറ്റൽ ഹെൽത്ത്. അമ്മയ്ക്കും കുട്ടിക്കുമുള്ള പ്രോപ്പർ ഹെൽത്തിന് വേണ്ടി, ആഫ്റ്റർ ഡെലിവറി പ്രോപ്പർ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഈ ജനന സുരക്ഷാ യോജന. സോ ഡ്യൂറിങ് പ്രഗ്നൻസി ടൈമിൽ അവരുടെ ഹെൽത്ത് അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്, അതിന് ഫോക്കസ് ചെയ്യേണ്ടത്. പ്രഗ്നൻസി ടൈമിലുള്ള ഹെൽത്ത് ഇംപ്രൂവ്മെൻറ്റും അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ടോട്ടലി 100% സെൻട്രലി സ്പോൺസേർഡ് സ്കീം. സോ അതും പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഗവൺമെൻറ് സ്കീംസ് ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഉള്ള എല്ലാ ഗവൺമെൻറ് സ്കീംസും കവറപ്പ് ചെയ്തു. സോ ഇന്നത്തെ ക്ലാസ് എത്രയാണ്. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. കീപ് പ്രാക്ടീസിങ്. ഹാവ് എ ഗുഡ് ഡേ.